നമ്മൾ യഥാർത്ഥ മത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ ഫാമിലിയെ സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ടീം സിഫ്നൂർ. ഓക്കെ, അപ്പൊ മിയ നമ്മുടെ സ്റ്റെപ്പൊക്കെ കുട്ടികൾ പഠിച്ചു വന്നിരിക്കുകയാണ്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു. വെൽക്കം. എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം ചേട്ടൻ പേര് പറഞ്ഞോളൂ. എന്റെ പേര് നിസാം എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള തളിപ്പറമ്പിലാണ് വീട്. വേറെ എന്ത് ചെയ്യുന്നു? എന്താ ജോലി? ഞാൻ ചെറുതിലെ ഈ ഒരു മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പാടി വന്നതാണ്. ഇപ്പം അപ്പൊ ഫുൾ ടൈം മ്യൂസീഷ്യൻ ആണ്. അതെ അതെ, ഇപ്പൊ പ്രോഗ്രാം ആയിട്ട് ഫാമിലി ആയിട്ട് ഒന്നിച്ച് പ്രോഗ്രാം, ബാൻഡ്, അങ്ങനെ ആ രീതിയിൽ പോകുന്നു. അതുപോലെ മോനെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് സിനിമകളിലൊക്കെ ചെയ്തിട്ട് ഒരു സെലിബ്രിറ്റിയാണ്. ഇവരുടെ ഫാമിലിയിൽ തന്നെ ഒരു സെലിബ്രിറ്റിയാണ് അല്ലേ? അമ്പിളിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങായി, തല്ലുമാല. നീ എന്താ വേറെ വിശേഷം പറയൂ? ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ സിക്സ്ത്തിലാണ്. ഇനി സെവൻത്തിലേക്ക്. നൂറിന് ഏത് ക്ലാസ്സിലാ? സെക്കൻഡ്. നെക്സ്റ്റ് തേർഡിലേക്കാണ് പോകുന്നത്. നൂറിന് ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾക്ക് വേണ്ടി കേക്കട്ടെ. പാട്ട് പാടും. വേറെ ഡാൻസ് ചെയ്യും. പാട്ടും പാടും, ഡാൻസ് ചെയ്യും. പിന്നെ മോണാക്ട്, മിമിക്രി, അങ്ങനെയൊന്നുമില്ല. സ്കൂളില് ഈ ഡാൻസും പാട്ടും ഒക്കെ എല്ലാ പ്രോഗ്രാംസും ചെയ്യാറുണ്ടോ? അങ്ങനെയല്ല, കുറച്ച് ചെയ്യാറുണ്ട്. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ പേടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഫുൾ കോൺഫിഡന്റ് ആണ്. പിന്നെ സോഷ്യൽ മീഡിയ ഫുൾ തകർത്തിരിക്കുകയാണല്ലോ. നിങ്ങൾക്കൊക്കെ കുറെ ഫാൻസ് ഉണ്ടാവും അല്ലേ? ഈ മക്കളുടെ അമ്മയുടെ വിശേഷം പറയും. അമ്മയുടെ പേര് പറയും. എൻ്റെ പേര് മെഹറുനിസ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരാണ്. പിന്നെ ഞാൻ ചെറുതിലെ പാടുമായിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടില് ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഉമ്മയായാലും ഫാമിലിയിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മളെ മാരേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ പിന്നെ ഫാമിലി ഇരുന്നായിരുന്നു ഫുൾ സപ്പോർട്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഫ്ലോറിൽ നിൽക്കുന്നത് പോലും ആളുടെ സപ്പോർട്ടും കൊണ്ടാണ്. അതെ. അപ്പൊ മിയ, പിന്നെ ഇവരുടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അത് നമുക്ക് വഴിയെ കേൾക്കാം. ഒരു പ്രണയ കഥ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് അല്ലേ മക്കളെ? നിങ്ങൾക്കൊക്കെ അറിയോ ആ ലവ് സ്റ്റോറി? പണ്ടേ അറിയാമോ? പണ്ടേ അറിയാം. കേട്ട് മടുത്തു അല്ലേ? അല്ല, ഇവര് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോ പറയും പണ്ടത്തെ കാര്യം പറയും. അതൊക്കെ പറയാൻ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മോൻ അറിയോ ഫുൾ സ്റ്റോറി? ഏകദേശം കുറച്ചൊക്കെ കുറച്ച് സാഹസികത എഡിറ്റ് ചെയ്യണല്ലോ, അതാണ്. എന്നാ അറിയാവുന്ന പോലെ മോനെന്ന് പറഞ്ഞേ. ഇവര് രണ്ടാളും പപ്പ ഉമ്മാവും സ്റ്റുഡിയോയിലേക്കൊക്കെ പണ്ട് പാടാൻ പോവായിരുന്നു. ആ സമയത്ത് പപ്പ അവിടെ തന്നെ എപ്പോ ഉണ്ടാവാറ്. അവിടെ പപ്പ ഉണ്ടാവും, ഉമ്മ അവിടത്തേക്ക് ചില സമയത്ത് പാടാൻ വേണ്ടി വരും. ആ സമയത്താണ് ഇവര് കണ്ടത്. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ എന്തെല്ലോ സംഭവിച്ചു. അപ്പൊ ഉമ്മയുടെ പാട്ടില് മയങ്ങിയാണ് ഉപ്പ പ്രണയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉമ്മ പപ്പാന്റെ ചിരി കണ്ടിട്ടാണ്. എനിക്ക് വയ്യ. അപ്പൊ ശരിക്കും അങ്ങനെ പാടാൻ പോയിട്ടാണ് നിങ്ങൾ കണ്ടതും പ്രണയിച്ചതും? ആദ്യം ആരാ പ്രപ്പോസ് ചെയ്തത്? സത്യത്തിൽ അങ്ങനെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചെറുതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നത് നിച്ചൂക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നിച്ചൂക്കാനെ കാണുന്നത് ഞാനൊരു ചെറിയ പ്രായത്തിൽ ഒരു LP ഒക്കെ പഠിക്കുന്ന ഒരു പ്രായത്തിൽ കണ്ടത്. അപ്പൊ പ്രണയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പാടാനൊക്കെ പോകുമ്പോൾ സ്റ്റുഡിയോന്ന് പാടും. പിന്നെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കൂട്ടുകാര് അങ്ങനെയായിരുന്നു ആ ഒരു ടൈമില്. പിന്നെ അത് കുറെ വലുതായപ്പോ
തമ്മിൽ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അറിയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയാന്. അല്ല, ആ സമയത്ത് ഞാൻ ഇവളെ വീട്ടിലേക്ക് ഞാൻ എന്താ പറയാ, ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒളിച്ചിട്ടൊക്കെ ഫോൺ, അന്ന് ലാൻഡ് ഫോൺ ആണ്, അതെ അതെ അതെ. അപ്പൊ വിളിച്ചിട്ട് ഇവളോട് പറയും ഇത്ര ടൈമിൽ ഞാൻ വെയിറ്റ് ചെയ്യും, അപ്പൊ ആ സമയത്ത് വിളിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ ആ ഫോണും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് വിളിച്ചപ്പോ ഇല്ലല്ലോ. എന്നോട് ഇവൾ ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് എനിക്കിപ്പോ ഓർമ്മയുണ്ട്. ഞാൻ ഇവളോട് ആദ്യം ചോദിക്കുന്നത് എനിക്ക് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അന്ന് എന്നെ വിളിച്ചു ചോദിച്ചതാണ് ഇവര്. ആ ചേട്ടാ ഒന്ന് ഫോൺ വിളിച്ചോ, വെറുതെ വിളിക്കേ, ചോദിക്കേ. ഹലോ ഹലോ, എന്താ മേറെ സുഖല്ലേ? സുഖാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, കറക്റ്റ് പറയണം കേട്ടാ. നിനക്ക് എന്നോട് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട് നിനക്ക്? അതിപ്പോ എങ്ങനെ പറയാ, എനിക്ക് ചുഗാന് ആകാശം മുട്ടോളം ഇഷ്ടാണ്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് എന്താ പറയാ, കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ അവിടെ നിൽക്കുന്ന ആള് വന്നപ്പോ ഞാൻ അപ്പാട് ഫോൺ അവിടെ വെച്ചു, പിന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് നമ്മൾ എന്താ പറയാ ഒരു പ്രണയം എന്നുള്ള രീതിയിലേക്ക്. പിന്നെ അപ്പൊ എത്ര നാള് നിങ്ങള് പ്രണയിച്ച് നടന്നു? എത്ര നാള് കഴിഞ്ഞിട്ടാ നിങ്ങൾ കല്യാണം കഴിച്ചേ? അതെനിക്ക് പറയാൻ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാനൊരു 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലഡിലൊരു ചെറിയൊരു കൗണ്ടിങ്ങിന്റെ പ്രോബ്ലം കൊണ്ട് ഒരു 1 month ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. കുറച്ച് സീരിയസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം എല്ലാവരും, ഞാൻ പാട്ട് പാടുന്നത് കൊണ്ട് നാട്ടിലും എല്ലാവർക്കും എന്നെ അത്യാവശ്യം അറിയാം, സ്കൂളിലും എല്ലാം അറിയാം. അപ്പോൾ ആ ടൈമിൽ എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ ടൈമിൽ ഞാൻ ആകെ ആഗ്രഹിച്ചത് ഇച്ചുക്ക് എന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു ആ ഒരു 1 month. അപ്പോൾ ആളന്നേരം അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞേ, അറിഞ്ഞിട്ടില്ല. അപ്പോൾ കാരണം അറിയാനുള്ള ചാൻസ് ഇല്ല. പിന്നെ റൂമിലേക്കൊക്കെ മാറ്റിയപ്പോൾ ഞാനിങ്ങനെ ജനലിൻ്റെ അടുത്ത് തന്നെ കൊണ്ടിരുത്തും. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ വരുമോ എന്നുള്ള വീട്ടുകാരോട് പറയാൻ പറ്റൂല, ചെറുതാണ്, എനിക്കൊന്ന് ഇച്ചുകാനെ കാണണം, അതിനുശേഷം എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ആ ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഇച്ചുകാനെ. ഇപ്പോഴും ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ. ഇപ്പൊ ഇത് കേട്ടപ്പോ, ഈ ഒരു സ്റ്റോറി കേട്ടപ്പോ എന്താണ് നിസാമിന് പറയാൻ തോന്നുന്നത് ഈ മെഹറുനിസയോട്? അല്ല, എനിക്ക് എന്താ പറയാ, ഇപ്പം ഇവള് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവളിപ്പോ പറഞ്ഞു ആ സമയത്ത് എനിക്ക് ഞാൻ വന്നിട്ടില്ല എന്നുള്ളൊരിത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നിച്ചാ ഭക്ഷണം കഴിക്കാം. അവിടുന്ന് അടുത്തുള്ളൊരു വീടുണ്ട്, അവിടെ നിന്നാണ് ഈ സ്റ്റുഡിയോ എന്നുള്ള ഫുഡൊക്കെ കഴിക്കാം. അപ്പം അത് കഴിച്ചു കഴിഞ്ഞപ്പം ഇവളിപ്പുറത്ത് വന്നപ്പോൾ ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിച്ചു, നിനക്ക് ആ ഇഷ്ടം എന്നോട് ഇപ്പം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, അതിന് ഞാൻ മരിക്കണം എന്നല്ല. അപ്പൊ അന്ന് മുതൽ തീരുമാനിച്ചാണ് എന്ത് വന്നാലും എന്റെ കൂടെ എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങളുടെ ഈ ഒരു ലവ് സ്റ്റോറി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കേൾക്കാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? ഒരു 15 വർഷം പുറകിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ആണ്. എല്ലാം അറിഞ്ഞിട്ടും എന്നെ നീ പ്രണയിച്ചു, എന്റെ നൊമ്പരങ്ങൾ കേട്ടും ഒരുപാട് സ്നേഹിച്ചു. പിരിഞ്ഞതെന്തേ, എന്നോടകന്നതെന്തേ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അകന്നതെന്തേ. വായൻ സഖിയേ, വായൻ സഖിയേ, വായൻ സഖിയേ, വായൻ സഖിയേ. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം,
അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. അലിവോടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ? മറക്കുവാനാണേൽ സഖി നീ പ്രണയിച്ചതെന്തേ? അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം. അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം. ഇനി ഇവരുടെ മത്സരം എന്താണ്? ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണല്ലോ. ഇനി എന്താണ് ഇവർ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പം മോനെ ഒരു പാട്ടും കൂടി പാടിയല്ലോ. ഞാൻ ആ ഒരു പാട്ടും കൂടി പാടാം. ഞാൻ പാടാൻ പോകുന്നത് മിന്നാമിനുങ്ങേ എന്നുള്ള സോങ് ആണ്. എനിക്ക് ആദ്യമായിട്ട് ചാൻസ് കിട്ടിയ ഫിലിം വിനയൻ സാറിന്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ള ഫിലിമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മണിച്ചേട്ടന്റെ ഒരു സോങ് പാടുന്നു. അപ്പൊ എന്തായാലും ആ പാട്ടൊന്നും പാടിയല്ലോ. ഓക്കെ, പാടാം. നിന്ന